ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേടി. ഈശോയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിന്നിലേക്ക്, നിൻ്റെ കുടുംബത്തിലേക്ക്, നിൻ്റെ ചുറ്റുപാടുകളിലേക്ക് കടന്നു വരട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഈശോ കരുണയുടെ വക്താവാണ്. നമുക്കറിയാം, ഗലീലയിലൂടെ ഈശോ സഞ്ചരിക്കുമ്പോൾ എല്ലാവരിലേക്കും ഒഴുകിയിറങ്ങിയത് അനുകമ്പ. അവിടെ നിന്ന് അനുകമ്പ പുറപ്പെട്ടു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നി. എത്രയോ പേര് സങ്കടപ്പെട്ടവരുന്ന് ഈശോ അവരോട് കരുണ കാണിച്ചു. ഈശോ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഉപമയുണ്ട്, നിർദ്ദയനായ ഭൃത്യൻ്റെ ഉപമ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമയാണ്. ഒരു മനുഷ്യനോട് ഒരു രാജാവ് കരഞ്ഞു നിലവിളിച്ച് വലിയൊരു കരുണ കാണിക്കും. വലിയൊരു തുകയാണ് വേണ്ട എന്ന് പറഞ്ഞു വിടുക. പക്ഷേ ആ വ്യക്തിയുടെ സഹസേവനം കഴിഞ്ഞപ്പോൾ അത് ചെറിയൊരു തുകയാണ്, മറ്റേതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പക്ഷെ അവനെ പിടിച്ചു മർദ്ദിച്ച് ജയിലിൽ കൊണ്ടുവിടുക. രാജാവ് ഇതറിഞ്ഞ് ശിക്ഷിക്കുക. രാജാവ് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിപ്രകാരമാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 33-ാം തിരുവചനം. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചു, നീ ഈ കരുണ അപ്പുറം കാണിക്കേണ്ടതായിരുന്നു. ഇതൊന്ന് പ്രിയ സഹോദര സഹോദരി, നമ്മുടെ മുമ്പിൽ ഉയരുന്നൊരു ചോദ്യമാണ്. ദൈവത്തിൻ്റെ കരുണ അനുദിനം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. കുമ്പസാരക്കൂട്ടിലും എല്ലാ മേഖലകളിലും ഒരുപടി ആളുകളുടെ കരുണയും ദാക്ഷിണ്യം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വളർച്ചയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അനുഭവിച്ച് നീ കരുണ കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉയരുന്ന ഒരു ചോദ്യമാണ്. മറ്റുള്ളവരെ എങ്ങനെ വ്യാപരിച്ചാലും നമ്മിൽ നിന്ന് ചുറ്റുപാടും കരുണ ഒഴുകണം. അങ്ങനെ നമുക്ക് ക്രിസ്തുവിലേക്ക് നോക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നമുക്ക് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടി. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണേ. ഈ വ്യക്തിക്ക് വേണ്ട നന്മകൾ, കൃപകളെല്ലാം പ്രത്യേകമായിട്ട് എപ്പോഴും കരുണയുടെ ഒരു വക്താവായിരിക്കുവാൻ ഈ വ്യക്തി നീ സഹായിക്കണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതിൻ.